നമ്മുടെ ആമുഖ സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം അത് സജീവവും ഊർജ്ജസ്വലമാണ്. ഓരോ വ്യക്തിയുടെ സന്ധിബന്ധങ്ങളിലും മജ്ജയിലും മാംസത്തിലും കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മൾ ഈ സെക്ഷനിലേക്ക് നയിക്കുന്നത് ഷാലോം ടെലിവിഷൻ്റെ സീനിയർ മാനേജർ സിബി തോമസ് ആണ്. സ്നേഹത്തോടെ നമുക്ക് അദ്ദേഹത്തെ ശ്രവിക്കാം. യേശുവിൻ്റെ നാമം എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. ക്ഷയിക്കാൻ കൊടുത്ത് ഇങ്ങനെ പറയാം: യേശുനാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. യേശുനാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. വീണ്ടും യേശുനാമത്തിൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മൾ പാടുകയായിരുന്നു ശ്രീയേശുനാമം, അതിശയനാമം. എല്ലാ നാമത്തേക്കാൾ ഉപരിയായ നാമമാണ് യേശു എന്ന നാമമെന്ന്. നമുക്ക് അത് തന്നെ അങ്ങോട്ട് തുടരാം. എന്താണ് യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത? എന്താണ് യേശുവിൻ്റെ നാമം എത്രമാത്രം പവർഫുള്ളായി മാറുന്നത്? എന്തുകൊണ്ടാണ് യേശു നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് എല്ലാ നാമത്തിലും ഉപരിയായ നാമമാണ് യേശുവിൻ്റെ നാമമെന്ന് ഇന്ന് ലോകം പ്രഘോഷിക്കുന്നത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങളിൽ ഒരു സംഭവം ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്. വചനം പറയുകയാണ്: 9-ാം മണിയുടെ പ്രാർത്ഥനയ്ക്കായി പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് കടന്നു പോവുകയാണ്. ദേവാലയത്തിന് സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന വാതിൽക്കൽ ജന്മനാ മുടന്തനായ ഒരു വ്യക്തിയെ ഭിക്ഷ യാചിക്കാൻ കിടത്തുക പതിവായിരുന്നു. പത്രോസിനെ യോഹന്നാനെ കണ്ടപ്പോൾ എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് അവൻ കൈകൾ നീട്ടി. പത്രോസ് പറഞ്ഞു: സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല, എന്നാൽ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിനക്ക് തരുന്നു. അവനെ കൈക്ക് പിടിച്ചു പറഞ്ഞു: നസറനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക, നടക്കുക. വചനം പറയുന്നു, തൽക്ഷണം അവൻ ചാടി എഴുന്നേറ്റു. നടന്നും തുള്ളിച്ചാടിയും അവൻ ശിഷ്യന്മാരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ഫിസിക്കൽ സാന്നിധ്യം അവിടെ ഇല്ല. കാരണം യേശു മരിച്ചതിന് ശേഷമുള്ള സംഭവമാണ്. യേശു ഇവരോടൊപ്പം ജീവിച്ചിരുന്നപ്പോൾ യേശുവിനെ തൊടുന്നു, അവിടെ സൗഖ്യങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ മറ്റൊരു അധ്യായം ആരംഭിക്കുകയാണ്, മറ്റൊരു പ്രാർത്ഥനാ രീതി ആരംഭിക്കുകയാണ്, മറ്റൊരു പ്രാർത്ഥനാ ശൈലി ആരംഭിക്കുകയാണ്. യേശു ഫിസിക്കലി ജീവിച്ചിരുന്നതിനേക്കാൾ ശക്തമായ രീതിയിൽ അവൻ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചു, അവനെ തൊട്ട സൗഖ്യം പ്രാപിച്ചു. എന്നാൽ അവൻ്റെ മരണത്തിന് ശേഷം കാര്യങ്ങൾ വീണ്ടും മാറുകയാണ്. അവൻ തൊടാതെ തന്നെ അവൻ്റെ നാമം തൊടുമ്പോൾ അവിടെ സൗഖ്യം സംഭവിക്കുക. യേശു എന്ന നാമം കേൾക്കുമ്പോൾ അവിടെ സൗഖ്യം സംഭവിക്കുക. വചനം ഇവിടെ വ്യക്തമായി പറയുകയാണ്, ആ ഭിക്ഷക്കാരനെ കുറിച്ച് പറയുകയാണ്. അവനൊരു അവസ്ഥ ഇതാണ്: അവൻ ജന്മനാ മുടന്തനായിരുന്നു. ജന്മനാ ഉള്ള വൈകല്യം നമുക്കറിയാം. ജന്മനാ ഉള്ള ചില വൈകല്യങ്ങൾ മാറ്റാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും സാധ്യമല്ല. എന്നാൽ യേശുനാമത്തിൽ ജന്മനാ ഉള്ള ആ ബന്ധനം മാറുകയാണ്. യേശുവിൻ്റെ നാമം ജന്മനാ ഉള്ള വൈകല്യങ്ങൾ മാറ്റത്തക്ക രീതിയിൽ ശക്തമാണ് യേശു എന്ന നാമം. അല്ലെങ്കിൽ പാരമ്പര്യമായി വന്ന ബന്ധനങ്ങളും കെട്ടുകളും അഴിയത്തക്ക രീതിയിൽ ശക്തമാണ് യേശു എന്ന നാമമെന്ന് ഇവിടെ വചനം നമ്മെ പഠിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം വായിച്ചാൽ വീണ്ടും മറ്റൊരു കാര്യം വ്യക്തമാകും. ആ യാചകൻ യേശു നാമം കേട്ടപ്പോൾ അവൻ്റെ വാദങ്ങൾക്കും കണങ്കാലുകൾക്കും ബലം പ്രാപിച്ചപ്പോൾ അവൻ ദേവാലയത്തിലേക്ക് ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്യുക. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത് മറ്റൊന്നുമല്ല, യേശു എന്ന നാമം കേട്ടപ്പോൾ അവൻ്റെ ജീവിത സാഹചര്യം മാറുകയാണ്. അത്രയും നേരം ദേവാലയത്തിന് പുറത്തിരുന്നവൻ, ഭിക്ഷ യാചിച്ചവൻ, യേശു നാമം കേട്ടപ്പോൾ അവൻ ദേവാലയത്തിൽ പ്രവേശിക്കുന്നവനായി മാറി, അവൻ പ്രാർത്ഥിക്കുന്നവനായി മാറി, അവൻ ദൈവത്തെ ആരാധിക്കുന്നവനായി മാറി, ദൈവത്തെ അന്വേഷിക്കുന്നവനായി, ദൈവത്തെ അനുഗമിക്കുന്നവനായി അവൻ മാറിയെന്ന് വചനം നമ്മെ പഠിപ്പിക്കുക. പ്രിയമുള്ളവർ, തിരിച്ചറിയുക, ഇതാണ് യേശു എന്ന നാമത്തിൻ്റെ പ്രത്യേകത. ആ നാമത്തെ കണ്ടെത്തുമ്പോൾ, ആ നാമത്തെ സ്വന്തമാക്കുമ്പോൾ ജീവിതത്തിലെ സർവ്വ വൈകല്യങ്ങളും വിട്ടുപോകും, സർവ്വ കുറവുകളും വിട്ടുപോകും. ജീവിതത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കും. അത് ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കും.
അത്രമാത്രം ശക്തമാണ് യേശു എന്ന നാമം. വലതുകരം ഉയർത്താം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 പ്രിയമുള്ളവരെ, അതിനാൽ ഈ 2017 ആ നാമത്തെ നാം സ്വന്തമാക്കണം, ആ നാമത്തെ ചേർത്ത് പിടിക്കണം, ആ നാമത്തിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം. അത് രക്ഷകന്റെ നാമമാണ് യേശു എന്ന നാമം. രക്ഷകന്റെ നാമമാണ് യേശു എന്ന നാമം. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിന്റെ 12-ാം തിരുവചനം, മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി യേശു നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. യേശു എന്ന നാമം അത് ഏകനാമമാണ്. ഏകനാമം, ദൈവമേകന, ആ ദൈവത്തിന്റെ നാമമാണ് യേശു എന്ന നാമം. മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ലെന്ന് ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായി നമ്മെ പഠിപ്പിക്കുക. തിരിച്ചറിയുക, ലോകരക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഏക സംവിധാനം, മനുഷ്യമക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുന്ന ഏക സംവിധാനം മറ്റൊന്നുമല്ല, കർത്താവായ യേശു എന്ന നാമം. ആർദ്രം ഉയർത്താം. ഹല്ലേലൂയ. കരങ്ങൾ വിശു പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ലോകത്തിലെ ജനകോടികളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഏക സംവിധാനം മറ്റൊന്നുമല്ല, കർത്താവായ യേശു എന്ന നാമമാണ്. യേശു നാമത്തിൽ അതിനാൽ ലോകം അനുഗ്രഹിക്കപ്പെടണം. അതിനാൽ രക്ഷകന്റെ നാമം, യേശു എന്ന നാമം ലോകത്തിൻ്റെ അതിരുകളോളം ഈ കാലഘട്ടങ്ങളിൽ പ്രഘോഷിക്കപ്പെടണം. യേശുവിന്റെ നാമം ജനകോടികൾ ഈ നാളുകളിൽ ഹൃദയത്തിൽ സ്വീകരിക്കണം. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ ജനകോടികൾ മുട്ടുമടക്കണം. യേശു നാമത്തെ ജനകോടികൾ ആരാധിക്കണം. പ്രിയമുള്ളവരെ, യേശു എന്ന നാമത്തെ ഏറ്റവും അധികമായി ജനങ്ങൾ ആദരിക്കണമെന്ന്, ബഹുമാനിക്കണമെന്ന്, സ്വർഗം പോലും ആ നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള തിരുവചനം ഇങ്ങനെ പറയുകയാണ്, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമത്തിനും ഉപരിയായ നാമം അവന് നൽകി. അത് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും ആ നാമത്തിന് മുമ്പിൽ മടങ്ങേണ്ടതിനാണ്. ആകയാൽ ദൈവം അവനെ ഉയർത്തി, എല്ലാ നാമത്തിനും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. അത് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും ആ നാമത്തിന് മുമ്പിൽ മടങ്ങേണ്ടതിനാണ്. അതിനാൽ സ്വർഗം ബഹുമാനിക്കുന്ന നാമമാണ് യേശു എന്ന നാമം. ലോകം ബഹുമാനിക്കുന്ന നാമമാണ് യേശു എന്ന നാമം. സ്വർഗം യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ മുട്ടുകൾ മടക്കുന്നു. ലോകം മുഴുവൻ ആ നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കണമെന്ന് കർത്താവായ യേശു ആഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പങ്കുവച്ച കാര്യം ഇപ്രകാരമാണ്. അദ്ദേഹം സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് യേശു എന്ന നാമത്തിൻ്റെ ശക്തി കൊണ്ടാണ്. യേശു എന്ന നാമത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, സൗദി അറേബ്യയിലെ ചില സ്ഥലങ്ങളിൽ നമ്മുടെ നാട് പോലെ പ്രാർത്ഥനാ സ്വാതന്ത്ര്യമില്ല. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ആരും അറിയാതെ രഹസ്യമായ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു. ആ സ്ഥലത്ത് ഒത്തിരി ദൂരെയായി എൻ്റെ വാഹനം കാർ നിർത്തിയിട്ട് നടന്നു പോയി ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഈ കാറിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഞാൻ കാറിനടുത്തെത്തി കാറിൻ്റെ ഡോർ തുറന്ന് കയറാൻ നോക്കിയപ്പോഴേക്കും എവിടെ നിന്നോ വരുന്ന ഭ്രാന്തനെ പോലെ തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് എന്നെ കൊല്ലാനായി കടാര വീശി. അവൻ പറയുക, ഓടി വന്ന് അവൻ കടാര വീശി. ഇവൻ പറഞ്ഞു, അവൻ കടാര വീശിയപ്പോൾ ഞാൻ അറിയാതെ ഓ ജീസസ് എന്ന് നിലവിളിച്ചു. നിലവിളിക്കുക, ഓ ജീസസ്. അവൻ പറയുക, ജീസസ് എന്ന നാമം എൻ്റെ നാവിൽ നിന്ന് വീണപ്പോഴേക്കും ഈ ഓടി വന്ന അലറിക്കൊണ്ടുവന്ന ആ ചെറുപ്പക്കാരൻ നിലത്തേക്ക് കവിഴ്ന്നടിച്ച് വീഴുകയാണ്. അവൻ കോപ ആവേശത്തോടെ തൻ്റെ കടാര ഭൂമിയിൽ കുത്തിക്കൊണ്ട് അവിടെ കിടന്ന് ഒരു ആസ്മാര രോഗിയെ പോലെ പിടയ്ക്കുന്നത് കണ്ടു എന്ന് പറയുകയാണ്. ഞാൻ കാറിൽ കയറി രക്ഷപ്പെട്ടു എന്ന് ഈ ചെറുപ്പക്കാരൻ സാക്ഷി നൽകുകയാണ്. അവൻ പറഞ്ഞു, ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് യേശു എന്ന നാമത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ഹല്ലേലൂയ. പരതരം ഉയർത്താം. ഹല്ലേലൂയ. കരങ്ങൾ വീശാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, യേശു എന്ന നാമം സർവശക്തിയുള്ള നാമം, ലോകം മുഴുവൻ ബഹുമാനിക്കേണ്ട നാമം,
സ്വർഗം മുട്ടുകൾ മടക്കുന്ന നാമം. വിശുദ്ധർ, മാലാകമാർ, സ്വർഗവാസികൾ ആ നാമത്തിന് മുമ്പിൽ മുട്ടുകൾ മടക്കുമെന്ന് വചനം പഠിപ്പിക്കുക. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല മുട്ടുകളും ആ നാമത്തിന് മുമ്പിൽ മടക്കേണ്ടതിന് ആ നാമത്തെ എല്ലാ നാമത്തിലും ഉപരിയായ നാമമാക്കി ആരുയർത്തി? ദൈവം ഉയർത്തി. അതിനാൽ ആ നാമത്തെ നാം സ്വീകരിക്കണം, ആ നാമത്തെ നാം സ്നേഹിക്കണം, ആ നാമത്തെ നാം സ്വന്തമാക്കണം. കാരണം അത് ദൈവം നൽകിയ, സ്വർഗം നൽകിയ നാമമാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വചനം ഇപ്രകാരം പറയുകയാണ്. മാലാഖ ജോസഫിനോട് പറഞ്ഞു, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ദൈവം നൽകിയ നാമം, സ്വർഗം നൽകിയ നാമം. അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. സ്വർഗം നൽകിയത്, ദൈവം നൽകിയത് കാലങ്ങൾ കഴിയും തോറും അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കും. യേശു എന്ന നാമം മനുഷ്യകുലത്തിന് രക്ഷയ്ക്ക് വേണ്ടി, ലോകത്തിന് രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം നൽകിയ യേശു എന്ന നാമം 2017 വർഷം കഴിയുമ്പോഴും അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷം പ്രിയമുള്ളവരെ, നമുക്ക് ആ നാമത്തെ നമ്മുടെ സ്വന്തമായി സ്വീകരിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, യേശു എന്ന നാമത്തെ നാം സ്നേഹിക്കണം. മറ്റേതൊരു നാമത്തേക്കാൾ അധികമായി യേശു എന്ന നാമത്തെ സ്നേഹിക്കണം. യേശു എന്ന നാമത്തെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യണം. യേശു എന്ന നാമത്തെ കുടുംബത്തിൽ ആലേഖനം ചെയ്യണം. യേശു എന്ന പരമപരിശുദ്ധ നാമത്തെ കുഞ്ഞുങ്ങളിൽ ആലേഖനം ചെയ്യണം. യേശു നാമത്തിൽ ജീവിക്കണം. യേശു നാമത്തിൽ അധ്വാനിക്കണം. അധ്വാനത്തിലും വിശ്രമത്തിലും ഊണിലും ഉറക്കത്തിലുമെല്ലാം യേശു എന്ന നാമം പ്രിയമുള്ളവരെ നമ്മുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. സ്വർഗം പോലും ഭൂമി മുഴുവൻ മുട്ടുമടക്കുന്ന ആ നാമം നമ്മുടെ ജീവിതത്തെ ഭരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതിനാൽ യേശു എന്ന നാമത്തെ നമുക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാം. മറ്റേതു നാമത്തേക്കാൾ ഉപരിയായി അത് ഏകനാമമാണ്, ഏകദൈവത്തിൻ്റെ നാമം. ആ നാമത്തിൽ ജീവിക്കണം, ആ നാമത്തിൽ അധ്വാനിക്കണം. ആ നാമം നമ്മുടെ അധരങ്ങളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ആ നാമം നമ്മുടെ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. യേശു എന്ന നാമം ലജ്ജയില്ലാതെ അയൽവാസികൾക്ക് പറഞ്ഞു കൊടുക്കണം. യേശു എന്ന നാമം അക്രൈസ്തവർക്ക് പറഞ്ഞു കൊടുക്കണം. യേശു എന്ന രക്ഷകന്റെ നാമം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം, അധ്വാനിക്കണം. കാരണം ലോകരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം, മറ്റൊരു സംവിധാനം ദൈവം അനുവദിച്ചിട്ടില്ല. അത് യേശുവാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു എന്ന നാമത്തെ നമുക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാം. ആ നാമത്തെ നമ്മുടെ നെഞ്ചോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. മധുരമുള്ള യേശുവിൻ്റെ നാമം, രക്ഷ നൽകുന്ന യേശുവിൻ്റെ നാമം, അത്ഭുതങ്ങളും അടയാളങ്ങൾ സംഭവിക്കുന്ന യേശു എന്ന നാമം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സർവ്വ വൈകല്യങ്ങളെയും, സർവ്വ രോഗപീഠകളെയും, സർവ്വ തകർച്ചകളെയും എടുത്തു മാറ്റത്തക്ക രീതിയിൽ കഴിവുള്ള, ശക്തിയുള്ള നാമമാണ് കർത്താവായ യേശുവിൻ്റെ നാമം. പിശാചുക്കൾ ഭയന്ന് വിറയ്ക്കുന്ന നാമം, പ്രപഞ്ചശക്തികൾ ബഹുമാനിക്കുന്ന നാമം യേശു എന്ന നാമം. അതിനാൽ ആ നാമത്തെ കൂടുതലായി നാം ബഹുമാനിക്കണം, ആ നാമത്തെ കൂടുതലായി നാം ആദരിക്കണം. യേശു എന്ന നാമത്തെ സ്നേഹിക്കുമ്പോൾ, യേശു എന്ന നാമത്തെ ബഹുമാനിക്കുമ്പോൾ, ആ നാമത്തോടൊപ്പം യേശുവിനെ നാം സ്നേഹിക്കുകയാണ്, യേശുവിനെ നാം ആരാധിക്കുകയാണ്, യേശുവിന് മുമ്പിൽ മുട്ടുമടക്കുകൾ മടക്കുകയാണ്, യേശുവിനെ സ്വന്തമാക്കുകയാണ്. അതിനാൽ പ്രിയമുള്ളവരെ, ഈ 2017 കഴിഞ്ഞ നൂറ്റാണ്ടുകളേക്കാൾ അധികമായി, കഴിഞ്ഞ വർഷങ്ങളേക്കാൾ അധികമായി യേശു എന്ന നാമത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രസക്തി ഉണ്ടായിരിക്കട്ടെ. യേശു എന്ന നാമത്തിന് നമ്മുടെ കുടുംബത്തിൽ പ്രസക്തി ഉണ്ടായിരിക്കട്ടെ. യേശു എന്ന നാമത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളിൽ പ്രിയപ്പെട്ട പ്രസക്തി ഉണ്ടാകട്ടെ. യേശു എന്ന നാമം ഈ വർഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം. യേശു എന്ന് പറയുമ്പോൾ, യേശുവിൻ്റെ നാമം പറയുമ്പോൾ ആവേശത്തോടെ, അഭിമാനത്തോടെ, സന്തോഷത്തോടെ പറയാൻ സാധിക്കുമ്പോൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണിലടയ്ക്കാം, നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. യേശു എന്ന നാമം അത്ഭുതങ്ങളുടെ നാമം, ലോകരക്ഷയ്ക്ക് വേണ്ടി ദൈവം അനുവദിച്ച ഏകനാമമാണ് യേശു എന്ന നാമം. ജന്മനായുള്ള വൈകല്യങ്ങൾ എടുത്തു മാറ്റത്തക്ക രീതിയിൽ കരുത്തുള്ള നാമം യേശു എന്ന നാമം. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കത്തക്ക രീതിയിൽ ശക്തിയുള്ള നാമം യേശു എന്ന നാമം. ലോകം മുഴുവൻ ബഹുമാനിക്കണമെന്ന്, ലോകം മുഴുവൻ ആ നാമത്തിന് മുമ്പിൽ മുട്ടുകൾ മടക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അത്രമാത്രം ഉന്നതമാക്കി യേശുവിൻ്റെ നാമത്തെ സ്വർഗം ഉയർത്തി. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ഈ നാമത്തെ നമുക്ക് സ്നേഹിക്കാം. യേശു എന്ന നാമത്തെ നമുക്ക് സ്നേഹിക്കാം. യേശു എന്ന നാമത്തെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം.
യേശു എന്ന നാമത്തെ കുടുംബത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. യേശു എന്ന നാമത്തെ നമ്മുടെ മക്കളോട് ചേർത്ത് വയ്ക്കാം. യേശു എന്ന നാമത്തെ നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. യേശു എന്ന നാമത്തെ പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാം. യേശു എന്ന പരിശുദ്ധ നാമത്തെ അക്രൈസ്തവർക്ക് കൊടുക്കാം. യേശു എന്ന രക്ഷകന്റെ നാമത്തെ ലോകത്തിന് മുഴുവൻ കൊടുക്കാം. യേശു എന്ന നാമത്തിന് മുമ്പിൽ ലോകം മുഴുവൻ മുട്ടുകൾ മടക്കട്ടെ. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ ലോകം മുഴുവൻ മുട്ടുകൾ മടക്കട്ടെ. കരങ്ങൾ സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷകൻ നമുക്ക് നൽകിയ, സ്വർഗം നൽകിയ നാമമായ യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി ആ നാമത്തെ ആരാധിക്കാം. ആ നാമത്തെ വിളിക്കാം. യേശുവിനെ വിളിക്കാം. യേശുവേ സ്വരം ഉയർത്തി വിളിക്കാം. യേശുവിനെ സ്വരം ഉയർത്തി വിളിക്കാം. ഒന്ന് ചേർന്ന് വിളിക്കാം. യേശുവേ സർവാധിപത്യമുള്ളവൻ, ലോകരക്ഷകൻ യേശു, അവിടുത്തെ നാമം പരിശുദ്ധ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിക്കാം, കരങ്ങളടിച്ച് ശ്രീ യേശു നാമം. യേശുനാമം അതിശയനാമം, ഏഴയണിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയണിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയണിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയണിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയണിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയണിക്കിമ്പനാമം. യേശുനാമം, ശ്രീയേശുനാമം അതിശയനാമം, ഏഴയണിക്കിമ്പനാമം. യേശുനാമം, ശ്രീയേശുനാമം അതിശയനാമം, ഏഴയണിക്കിമ്പനാമം. ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ അവിടുത്തെ പരിശുദ്ധ നാമത്താൽ ലോകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുനാമം ലോകത്തിന്റെ അതിർത്തികളോട് പ്രഘോഷിക്കപ്പെടട്ടെ. യേശുനാമത്തിന് മുമ്പിൽ ലോകം മുട്ടുകൾ മടക്കട്ടെ. യേശുനാമം, യേശുനാമം സർവശക്തന്റെ നാമം. ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. കരങ്ങൾ കൂപ്പി മാതാവിനോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരിദ്രത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.